ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു കോവക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുക. പക്ഷെ ചില സ്ഥലത്ത് മെഴുക്ക് പുരട്ടി, ചില സ്ഥലത്ത് ഇതിന് പറഞ്ഞ പേരെന്താ അറിയോ? പിന്നെ പൊരിയൽ ആദ്യമായിട്ട് കേൾക്കാത്തത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഫുള്ളായിട്ട് ഉപ്പേരിക്ക് പറയുന്ന ഒരു പൊരിയൽ എന്നാണ്. അപ്പോൾ പല സ്ഥലത്ത് പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒട്ടുമില്ലാതെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് വെള്ളം ഒട്ടുമില്ലാതെ ഒരു തോരൻ വെക്കുക, ഉപ്പേരി വെക്കുക, എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഉപ്പേരി എന്നാണ് പറയുന്നത്. ഒരു കഷ്ണം വെല്ലുള്ളി അത് നന്നായി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് അതിന് ശേഷം അതിലേക്കാണ് ഈ കോവക്കയും പച്ചമുളകും വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും അത്ര സാധനം മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാം. ഞാൻ കോവക്ക നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു വെല്ലുള്ളിൻ്റെ പകുതി. ഇത് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് കളറ് മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷമാണ് കോവക്ക ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ കട്ടയായിരുന്നു, അത് ഉരുകി വരട്ടെ. എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് ഇതിട്ടിട്ടുണ്ട്. അത് നന്നായി കളറ് മാറി വരട്ടെ. നമുക്ക് അത്യാവശ്യം കളറ് മാറിയിട്ടുണ്ട്. അധികം നന്നായി വരണ്ട, അത്ര മതി. നമുക്കിതിലേക്ക് പോകാം. നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വറുത്തെടുക്കാം. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അത് കരിഞ്ഞു വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കാം. കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് പോരാ, ഇനി നന്നായി വാടി വരാൻ. സാമ്പാർ ഉണ്ടാക്കണ്ട കേട്ടോ. സാമ്പാർ കഷ്ണമൊക്കെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക. തേങ്ങ മൂത്തപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളെ കോവക്ക നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുഴഞ്ഞ് വരും. അടിപൊളി സാധനമാണ്. എല്ലാവരും കോവക്ക കിട്ടി അതുപോലെ ഉണ്ടാക്കണേ. ഒരിക്കലും ഇതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കോവക്ക എവിടെ ഉണ്ടെങ്കിലും മേടിച്ചിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. വെറും ചോറും കോവക്കയും മാത്രം മതി. അത്രയ്ക്ക് രുചികരമായ കോവക്ക ഉപ്പേരി. നമ്മൾ സാമ്പാറും റെഡി ആയിട്ടോ. അടിപൊളി സാമ്പാറാണ്. തേങ്ങ അതാ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാറണം. സാമ്പാർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അയില പൊരിക്കാനുള്ള ചട്ടിയിൽ എണ്ണയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 എണ്ണ വറുക്കുന്നുള്ളൂ, 2 എണ്ണം പിന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.